ചർച്ചയിലേക്ക് വീണ്ടും ശ്രീധർ, 2016 ഒരു ISRO റിപ്പോർട്ട് പറയുന്നത് അരവല്ലി മേഖലയിലെ വനമേഖല നാശോന്മുഖമാണ്, 50% നശിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത് ക്ഷയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതിൻ്റെ വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഗോദാവർമ്മൻ തിരുമുൽപ്പാട് കേസിലെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുമില്ല, അല്ലെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ അനുകൂല സമീപനമുണ്ട്. പക്ഷേ അടുപ്പിച്ച് 2 ദിവസം പരിസ്ഥിതി മന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വിശദീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ശക്തമായൊരു രോഷം ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ടാകാം. അതുകൊണ്ട് ഈ പറഞ്ഞ ജനരോഷത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാനിപ്പോൾ ജയിച്ചതും പറഞ്ഞൊന്നിൻ്റെ കാര്യമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ വളരെ ബ്ലൈൻഡായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പരിസ്ഥിതി പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. അതിങ്ങനെ ആര് ഭരിച്ചാൽ. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആ തരത്തിലെ രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം അങ്ങനെ അല്ലാതൊന്നും ആവുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്തും നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷത്തിനും നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, BJP-ക്കാർ ചെയ്യുന്ന സർക്കാർ ഭരിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ നമുക്കിതിനകത്ത് ഇൻറ്റൻറ്റ് കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു വളരെ ക്ലിയർ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ, ഒരു കോർട്ട് അവരുടെ റിവ്യൂ പെറ്റീഷനകത്ത് ഇങ്ങനെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു, ഒരു മാനദണ്ഡം ഉണ്ടാക്കി. ഇതാരാണ് ചലഞ്ച് ചെയ്യേണ്ടത്? ഒരു ഗവൺമെൻറ്റിന് ഇപ്പോൾ ജയചന്ദ്രൻ പറയുന്നത് പോലെ എല്ലാ രീതിയിലും പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണെങ്കിൽ അവർ ഇത്രയും ജനരോക്ഷമുണ്ടാവുന്ന ജനങ്ങൾക്കെതിരായിട്ടുള്ള, പരിസ്ഥിതിക്കെതിരായിട്ടുള്ള, കാടിനെതിരായിട്ടുള്ള ഈ പദ്ധതി, ഡൽഹിയുടെ ജനങ്ങൾക്ക് മുഴുവൻ എതിരായിട്ടുള്ള ഈ പദ്ധതി അല്ലെ ഇങ്ങനെ വന്നിട്ടുള്ള ഓർഡറിനെ കോർട്ടിൽ ചാലഞ്ച് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഗൽ ഇൻ്റർവെൻഷൻ അവർ നോക്കണ്ടേ? നോക്കുമ്പോൾ നമ്മൾ കാണണമല്ലോ. ആ ഇൻറ്റൻറ്റ് അവിടെ നിന്ന് കാണിക്കുന്നതിന് പകരം ഈ മന്ത്രി വന്നിരുന്നിട്ട് ഇതിനെ കുറേ റെട്ടറിക്കിലൂടെ വിശദീകരിക്കുകയോ, അല്ലെങ്കിൽ വേറൊരു മന്ത്രി വന്നിട്ട് ഡൽഹിയിൽ പൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ AQI കൊണ്ട് ലങ് ഡിസോർഡേഴ്സ് ഒന്നും ഉള്ളതായിട്ട് തെളിവില്ല എന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ എന്തൊക്കെ കുഴപ്പമുണ്ടായില്ല അതൊന്നും കുഴപ്പമല്ല എന്ന് എല്ലാ പാർട്ടികളും കാണിക്കുന്ന വെറും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമല്ലേ? അത് ചലഞ്ച് ചെയ്യണ്ടേ? ഇപ്പോൾ ചെറിയ കാര്യം ഞാൻ ഇതിനകത്തൊന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. താങ്കൾ കുമ്മനം രാജശേഖരൻ, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ആറന്മുള സമരം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തോളോട് തോൾ നമ്മളെല്ലാവരും നിന്ന് സമരം ചെയ്തിട്ടുണ്ട്. അന്ന് ആ സമരം BJP-ക്ക് ആവശ്യമുള്ള സമരമാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 പരിസ്ഥിതി പ്രവർത്തകർ കൂടി ഇരിക്കുന്ന ആൾക്കാരൊന്നും ഫോറിൻ ഫണ്ടുള്ളവരല്ല, കുഴപ്പക്കാരല്ല, അന്താരാഷ്ട്ര ഗൂഢാലോചനയില്ല, ഒന്നുമില്ല. അതേസമയം ഇവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ അത് ശരിയല്ല എന്നുള്ള ഇവർക്കും അറിയാം അത് ശരിയല്ല. ഇപ്പോൾ ജയചന്ദ്രനെ പോലത്തെ ഒരാളുടെ ഒരു മാനസിക സംഘർഷം അതാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതിയോട് താല്പര്യമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ പാർട്ടി മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതൊരു പാർട്ടിക്കാരനാണെങ്കിലും അവനവൻ്റെ നിലനിൽപ്പിനെയോ, ഈ ഭൂമിയുടെ നിലനിൽപ്പിനെയോ, മണ്ണിൻ്റെ നിലനിൽപ്പിനെയോ, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിനെയോ ചോദ്യം ചെയ്യുന്ന ഒരു ബോർഡർ സെക്യൂരിറ്റി പോലെയാണ്. ഒരു ബോർഡറിലൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായി എല്ലാവരും വിശ്വസിക്കില്ലേ? അതുപോലെയാണ് പാരിസ്ഥിതിക ഇൻസെക്യൂരിറ്റി ഉണ്ടാവുമ്പോൾ ഇവർ പാർട്ടിക്ക് അപ്പുറത്ത് നിൽക്കണം.